തെന്നത്തൂർ ഫാത്തിമ മാതാ ഇടവക തൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിലേക്ക് അഭിമാനത്തോടെ കടക്കുകയാണ്. 1951 മെയ് 13 ഈ ദേവാലയത്തിൽ ആദ്യമായി ദിവ്യബലി അർപ്പിച്ചതോടെ ആരംഭിച്ച ആത്മീയ യാത്ര 2026 മെയ് 13 75 വർഷം പൂർത്തിയാകുമ്പോൾ ഇടവക അംഗങ്ങൾക്ക് സന്തോഷവും നന്ദിയും നിറഞ്ഞ ഒരു മഹത്തായ നിമിഷമായിരുന്നു ഈ പ്ലാറ്റിനം ജൂബിലി. ഇടവകയുടെ ആത്മീയ വളർച്ചയും സാമൂഹിക പ്രവർത്തനങ്ങളും ഓർമ്മപ്പെടുത്തുന്ന ഒരു ചരിത്രഘട്ടമാണ്. ഇടവകയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു ചുരുക്ക അവലോകനം ഭാവി തലമുറയിലേക്കുള്ള പ്രചോദനമായി നിലകൊള്ളുന്നു. തൊടുപുഴ താലൂക്കിലെ കോടിക്കുളം വില്ലേജിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് കാളിയാർ പുഴ, കാളിയാർ റബ്ബർ തോട്ടം, പാണക്കുന്ന് മല എന്നിവ അതിരുകളായി നിലകൊള്ളുന്ന മനോഹരമായ ഒരു ഗ്രാമമാണ് തെന്നത്തൂർ. ഈ സ്ഥലമാനത്തിൻ്റെ ഉദ്ഭവത്തെക്കുറിച്ച് വ്യക്തമായ രേഖകളില്ലെങ്കിലും ആറിന് തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ തെക്കുള്ള ഊർ എന്ന അർത്ഥത്തിൽ തെന്നത്തൂർ എന്ന പേര് ലഭിച്ചതായിരിക്കാമെന്ന് കരുതപ്പെടുന്നു. മണ്ണിനോടും മലയോടും പോരാടിയ കർഷകരും കർഷക തൊഴിലാളികളും മാത്രമായിരുന്നു ആദ്യം ഇവിടെ താമസിച്ചിരുന്നത്. ഏകദേശം ഒരു നൂറ്റാണ്ടിലേറെയായി ജനവാസം ആരംഭിച്ച ഈ പ്രദേശം ജമീന്ദാരി സമ്പ്രദായം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ധാരാളം വിളവ് നൽകുന്ന ഭൂമിയായി അറിയപ്പെട്ടിരുന്നു. ആദ്യം കുടിയേറിയ കുടുംബങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും വാഴക്കുളം, കല്ലൂർക്കാട്, മുത്തോലപുരം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നാണ് പല പുരാതന കുടുംബങ്ങളും ഇവിടെ എത്തിയത്. ഒരു കാലത്ത് തെന്നത്തൂർ കാട്ടുമൃഗങ്ങളുടെ വിഹാരഭൂമിയായിരുന്നു. വന്യജീവികളുടെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ പൂർവികർ വലിയ മരങ്ങളിൽ ഏറുമാടങ്ങൾ നിർമ്മിച്ച് അവയിൽ താമസിച്ചിരുന്നു. പ്രകൃതിയുമായി ചേർന്ന് ജീവിച്ചിരുന്ന അവരുടെ ജീവിത രീതിയാണ് ഇന്നത്തെ തെന്നത്തൂരിൻ്റെ ചരിത്രവും പാരമ്പര്യവും രൂപപ്പെടുത്തിയിരിക്കുന്നത്. പ്രകൃതിയുടെ മടിയിൽ ഒറ്റപ്പെട്ട നിലയിൽ ഉണ്ടായിരുന്ന തെന്നത്തൂരിൽ ആദ്യം യാത്രാ സൗകര്യങ്ങൾ വളരെ പരിമിതമായിരുന്നു. കാളിയാറ് ഭാഗത്തു നിന്ന് ഇന്നത്തെ പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്താൻ റബ്ബർ തോട്ടത്തിലൂടെ കടന്നു പോകുന്ന സ്വകാര്യ പാത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുറം ലോകവുമായി ബന്ധപ്പെടാൻ ചേലക്കടവിലെ സ്വകാര്യ കടത്തുവള്ളത്തെയാണ് ആശ്രയിച്ചിരുന്നത്. തൊടുപുഴ, മൂവാറ്റുപുഴ തുടങ്ങിയ നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ ഇടവകാംഗങ്ങൾ കാൽനടയായി ദീർഘദൂരങ്ങൾ താണ്ടിയിരുന്നു. കൂടാതെ കാളിയാർ പുഴ വഴിയുള്ള വള്ളയാത്രയാണ് മൂവാറ്റുപുഴയിലെത്താനുള്ള പ്രധാന മാർഗമായിരുന്നത്. ഈ യാത്രാമാർഗങ്ങളുടെ കഥ ഗ്രാമത്തിൻ്റെ ഒറ്റപ്പെട്ട ജീവിതവും അതിജീവനത്തിനായുള്ള പരിശ്രമവും ഓർമ്മപ്പെടുത്തുന്ന ചരിത്രത്തിൻ്റെ ഭാഗമാണ്. തെന്നത്തൂരിൽ ആദ്യം സ്ഥിരതാമസമാക്കിയവരിൽ ഭൂരിഭാഗവും കത്തോലിക്ക വിശ്വാസികളായിരുന്നു. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുക എന്ന ദൈവവചനം ജീവിതവ്രതമായി സ്വീകരിച്ച പൂർവികർ അവരുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കടവൂർ പള്ളിയെ ആശ്രയിച്ചു. എന്നാൽ 3 മൈൽ അകലെയുള്ള പുഴയ്ക്ക് മറുകരയിലുള്ള ആ പള്ളിയിലെത്താൻ വലിയ ബദ്ധപ്പാടുകളും ക്ലേശങ്ങളും സഹിക്കേണ്ടി വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ തെന്നത്തൂരിൽ തന്നെ ഒരു പള്ളി സ്ഥാപിക്കണമെന്ന ആഗ്രഹം വിശ്വാസികളിൽ ശക്തമായി വളർന്നു. അതിനായി അവർ അന്ന് കടവൂർ പള്ളി വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട പുനക്കാട്ട് ജോർജ് അച്ഛനെ സമീപിക്കുകയും 1950 സെപ്റ്റംബർ മാസത്തിൽ എറണാകുളം അതിരൂപത മെത്രാപ്പോലീത്ത കണ്ടത്തിൽ മാർ അഗസ്തീനോസ് മുൻപാകെ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. പള്ളി സ്ഥാപിക്കാനുള്ള അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം മെത്രാപ്പോലീത്ത ഫാദർ ജോൺ റാത്തപ്പള്ളിയെ പള്ളി നിർമ്മാണത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചു. പള്ളി പണിയുന്നതിന് ആദ്യം ഉദ്ദേശിച്ചിരുന്നത് ഇന്ന് മഠം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഈ സ്ഥലം തലയ്ക്കൽ കുടുംബക്കാർ കുന്നേൽ ശങ്കരനും കുടുംബത്തിനും ദാനമായി നൽകിയതായിരുന്നു. പ്രസ്തുത സ്ഥലം ജോണച്ചൻ വാങ്ങി പകരം റാത്തപ്പള്ളിൽ മത്തായി ദുമിനിയുടെ വക സ്ഥലം കൊടുപ്പിച്ചു. മേൽപ്പറഞ്ഞ സ്ഥലത്ത് പള്ളി പണിയുന്നതിന് നടപടികൾ ആരംഭിച്ചപ്പോൾ എതിർപ്പുകൾ മൂലവും വേണ്ടത്ര രേഖകൾ ഇല്ലാതിരുന്നതുകൊണ്ടും ഈ സ്ഥലത്ത് പള്ളി പണിയുന്നതിനുള്ള അനുമതി ലഭിച്ചില്ല. തുടർന്ന് പള്ളിക്കനുയോജ്യമാണെന്ന് കണ്ടതിനാൽ പുള്ളോലിക്കൽ കുഞ്ഞിക്കൊച്ചിൻ്റെ സ്ഥലം, ഇന്ന് പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ഉദ്ദേശം 1.25 ഏക്കർ സ്ഥലത്തിന് പകരമായി റാത്തപ്പള്ളിയിൽ ചാക്കോയുടെ വക പാണക്കുന്നിലുള്ള 4 ഏക്കർ സ്ഥലം ജോണച്ചൻ വിലയ്ക്ക് വാങ്ങി പുള്ളോലിക്കൽ കുഞ്ഞിക്കൊച്ചിന് നൽകി.
ഈ സ്ഥലത്ത് പടിഞ്ഞാറോട്ട് അഭിമുഖമായി പള്ളി പണിയുന്നതിനുള്ള ശ്രമം ആരംഭിച്ചുവെങ്കിലും ഇടവകയിലെ ചിലർ തടസ്സം സൃഷ്ടിച്ചതിനാൽ പള്ളിയുടെ ദർശനം പടിഞ്ഞാറോട്ടാക്കുവാൻ നിവൃത്തിയില്ലാതെ വടക്കോട്ടാക്കി നിശ്ചയിച്ചു. ഇപ്രകാരം പള്ളി പണിയുന്നതിനുള്ള പ്രാരംഭ നടപടികൾ പൂർത്തിയാക്കി അനുവാദത്തിനായി ബന്ധപ്പെട്ട അധികാരികൾക്ക് അപേക്ഷ നൽകി. 1951 ഏപ്രിൽ 17 സർക്കാരിൽ നിന്നുള്ള അനുവാദം ലഭിച്ചതനുസരിച്ച് പള്ളി പണിയുന്നതിന് പത്രമേനയും വീതപ്പിരിവും നിശ്ചയിച്ച് 1951 ഏപ്രിൽ മാസം 22 രൂപതയിൽ നിന്നുള്ള അനുവാദവും ലഭിച്ചു. ഇതേ തുടർന്ന് റാത്തപ്പള്ളിൽ മത്തായി ദുമ്മിനി 28 സെന്റ് നിലം, റാത്തപ്പള്ളിൽ ഐപ്പ് 28 സെന്റ് നിലം, റാത്തപ്പള്ളിൽ ഉതുപ്പ് ചാക്കോയും ഉതുപ്പ് വർക്കിയും കൂടി 56 സെന്റ് നിലം, 67 സെന്റ് പുരയിടം, തലയ്ക്കൽ വർക്കി ഐപ്പ് 47 സെന്റ് പുരയിടം, 65 സെന്റ് നിലം, തലയ്ക്കൽ മത്തായി വർഗീസ് 65 സെന്റ് പുരയിടം, തലയ്ക്കൽ വർഗീസ് പൗലോസ് 25 സെന്റ് പുരയിടം, തലയ്ക്കൽ വർഗീസ് വർക്കി 10 സെന്റ് പുരയിടം, ഫാദർ ജോൺ റാത്തപ്പള്ളിൽ 81 സെന്റ് പുരയിടം എന്നിവയാണ് പള്ളി സ്ഥാപനത്തിന് അടിത്തറയായത്. കൂടാതെ ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം കത്തോലിക്കരും അവരവരുടെ കഴിവിനനുസരിച്ച് നൽകിയ സംഭാവനയും സ്കൂൾ നിർമ്മാണത്തിന് ശേഖരിച്ച് സൂക്ഷിച്ചിരുന്ന മര ഉരുപ്പിടികളും സഹൃദയരുടെ കഠിനാധ്വാനവും മൂലം 18 ദിവസം കൊണ്ട് 100 അടി നീളത്തിലും 20 അടി വീതിയിലുമുള്ള കരിങ്കൽ തറയിൽ കൽത്തൂണുകളിൽ വടക്കോട്ട് ദർശനമായി പള്ളി നിർമ്മിച്ചു. സങ്കീർത്തിമുറിയും മധുബഹായും വെട്ടുകല്ലുകൊണ്ട് നിർമ്മിച്ച് പണികൾ പൂർത്തിയാക്കി. ഈ പരിശ്രമം തെന്നത്തൂർ ഇടവകയുടെ ആത്മീയ ജീവിതത്തിന് പുതിയൊരു അധ്യായം തുറന്ന് മഹത്തായ ചരിത്രമായി മാറി. അഭിവന്യ കണ്ടത്തിൽ മാർ അഗസ്തിനോസ് തിരുമനസിന്റെ കൽപ്പന പ്രകാരം 1951 മെയ് മാസം 13 ഫാത്തിമ മാതാവിന്റെ നാമധേയത്തിലുള്ള പള്ളി മോൺസിങ്ങർ തോമസ് നെടുങ്കല്ലിൽ വെഞ്ചരിച്ചു. റവറൻ ഫാദർ ജോൺ റാത്തപ്പള്ളിൽ പള്ളിയിൽ പ്രഥമ ദിവ്യബലി അർപ്പിച്ചു. അന്നേ ദിവസം തന്നെ നേരത്തെ സ്ഥാപിതമായിരുന്ന സെമിത്തേരിയും വെഞ്ചരിച്ചു. ഈ ചരിത്രഘട്ടത്തിൽ കടവൂർ ഇടവകയിൽ നിന്നും വേർതിരിച്ച് തെന്നത്തൂർ ഒരു പുതിയ ഇടവകയായി രൂപം കൊണ്ടു. 1951 ജൂൺ 10 റവറൻ ഫാദർ ജോൺ റാത്തപ്പള്ളിൽ അച്ഛനെ ഇടവകയുടെ ആദ്യ വികാരിയായി നിയമിച്ചു. അന്ന് 89 കുടുംബങ്ങൾ മാത്രമാണ് ഇടവകയിൽ ഉണ്ടായിരുന്നത്. പള്ളി സ്ഥാപിക്കുന്നതിലും ഇടവകയുടെ ആദ്യ വികാരിയായി പ്രവർത്തിച്ചതിലും റവറൻ ഫാദർ ജോൺ റാത്തപ്പള്ളിൽ അച്ഛൻ നടത്തിയ സേവനങ്ങൾ സ്മരണീയമാണ്. സേവന സന്നദ്ധതയുടെയും ത്യാഗമനോഭാവത്തിൻ്റെയും പരിമളമുയർത്തി കടന്നുപോയ അദ്ദേഹത്തിന് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. 1978 ഏപ്രിൽ മാസത്തിൽ ഫാദർ ജോസഫ് വെള്ളിയാന്തടം ഇടവക വികാരിയായി നിയമിതനായി. എന്നാൽ ഇടവകയുടെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ദിനം 1978 ജൂലൈ 16 ഞായറാഴ്ചയാണ്. ആ ദിവസം യേശുക്രിസ്തുവിന്റെ അനുഗ്രഹവും പരിശുദ്ധ മാതാവിന്റെ കൃപാകടാക്ഷവും ഇടവക ജനങ്ങൾ അനുഭവിച്ചറിയേണ്ടി വന്നു. വികാരി അച്ഛൻ ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കെ പള്ളിയുടെ മുഖവാരം അപ്രതീക്ഷിതമായി മറിഞ്ഞു വീണു. എന്നാൽ അത്ഭുതകരമായി അന്നത്തെ വിശ്വാസികളിൽ ആരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഈ സംഭവമാണ് പിന്നീട് മനോഹരമായ ഈ പുതിയ ദേവാലയത്തിന്റെ നിർമ്മാണത്തിന് കാരണമായത്. ഫാദർ ജോസഫ് വെള്ളിയാന്തടം സ്ഥലം മാറിയതോടെ ഫാദർ ജോസ് വേങ്ങൂരാൻ പുതിയ വികാരിയായി നിയമിതനായി. തുടർന്ന് 1980 ഏപ്രിൽ മാസത്തിൽ ഫാദർ ജോർജ് പുത്തേട്ട് വികാരിയായി. അദ്ദേഹത്തിന്റെ സേവനകാലത്ത് ദേവാലയത്തിന്റെ പണി പൂർത്തിയാക്കി. 1985 മെയ് 5 അഭിവന്യ കോതമംഗലം മെത്രാൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ പള്ളി വെഞ്ചരിച്ചു. ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത നമ്മുടെ പൂർവികരും മൺമറഞ്ഞു പോയ വിശ്വാസ സാക്ഷികളും വന്ധ്യ വൈദികരും സമർപ്പിതരും ഈ ദേവാലയത്തിന്റെ ജീവനുള്ള ചരിത്രമാണ്. അവരുടെ ത്യാഗവും പ്രാർത്ഥനയുമാണ് ഇന്നത്തെ അനുഗ്രഹങ്ങളുടെ യഥാർത്ഥ അടിത്തറ. 2025 ജനുവരി 26 ആരംഭിച്ച ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷം ഇടവകയുടെ മഹത്തായ പൈതൃകം സ്മരിക്കാനും വിശ്വാസവും സമർപ്പണവും വരും തലമുറകൾക്ക് ആത്മവീര്യം പകർന്ന് ജീവിക്കുന്ന സാക്ഷ്യമായി ഏറ്റെടുക്കുവാനുള്ള ആഹ്വാനമാണ്. ഈ 75 വർഷങ്ങളുടെ യാത്ര വിശ്വാസവും ഐക്യവും സാഹോദര്യവും ചേർന്ന ഒരു മഹാപ്രവാഹമായി വരും കാലങ്ങളിലും തുടരട്ടെ. അനുഗ്രഹമായി ചൊരിയണമെന്നും ഫാത്തിമ മാതാവേ, അനുഗ്രഹമായി ചൊരിയണമെന്നും ഫാത്തിമ മാതാവേ.